ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ റീസൺ മറ്റൊന്നാണ്. ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അനീഷിനും അനുമോൾക്കും ഒരുപോലെ ഭൂരിപക്ഷം പുലർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പക്ഷേ ഈ ഒരു ഗെയിം ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്നത് പോലെ പുറത്തും ഈ ഗെയിം നല്ല രീതിക്ക് ഇങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നാണ്. ഈ പറയുന്ന യൂട്യൂബിലും ഈ പറയുന്ന ഗെയിമേഴ്സിനിടയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന തൊപ്പി എന്ന് പറയുന്ന സ്ട്രീമർ ഇന്നലെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവ് കണ്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒറ്റയടിക്ക് അനീഷിന് വോട്ട് ചെയ്യുകയും ഈ പറയുന്ന അനീഷിന്റെ ഗ്രാഫ് വല്ലാണ്ട് ഉയർന്നു പൊങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷിന് ഏറ്റവും അധികം വിജയസാധ്യത ഉണ്ടെന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇറക്കിയ ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ നമുക്കറിയാം ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗെയിമറാണ്, ഏറ്റവും മികച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, സീസൺ 5ന്റെ വിജേതാവുമാണ് അഖിൽ മാരാർ. അപ്പൊ അഖിൽ മാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അനീഷിനെയും സപ്പോർട്ട് ചെയ്ത് ഒരു ലൈവ് സ്ട്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊപ്പിയും അഖിൽ മാരാർ തമ്മിലുള്ള ഒരു കോള് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് വീഡിയോസ് കണ്ടു കാണും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചുകൊണ്ട് ഈ രണ്ട് കണ്ടസ്റ്റൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇടിയിടുന്നതും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പല പല വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗെയിം എന്ന് പറയുന്നത് വീടിനുള്ളിലെ പോലെ തന്നെ വീടിന് പുറത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് വിജയിക്കുമോ അല്ലെങ്കിൽ അഖിൽ മാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ വിജയിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയേണ്ടത്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വ്യക്തമായിട്ട് അനുമോൾക്ക് കുറച്ചധികം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ തൊപ്പിയുടെ ലൈവ് സ്ട്രീം ചെയ്തതിന് ശേഷം അനീഷിന്റെ വോട്ടിങ്ങിൽ വമ്പിച്ച ഒരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആര് വിജയിക്കും എന്നുള്ളത് ഇപ്പോൾ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാടധികം വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അനീഷിനായാലും അനുമോൾക്കായാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട്, അതായത് ടോപ്പ് 5ൽ ഇടം പിടിച്ചിട്ടുള്ള ഷാനവാസ്, നെവിൻ, അക്ബർ എന്നീ കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വമ്പിച്ച വോട്ടിംഗ് മുന്നേറ്റം തന്നെ അനീഷിന്റെയും അനുമോളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരിൽ ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടാണ് ഈ പറയുന്ന പോലെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ തൊപ്പിയുടെ സ്ട്രീമിംഗ് ഭയങ്കരമായിട്ട് അനീഷിന്റെ വോട്ടിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. തൊപ്പിയുടെ സ്ട്രീമിങ്ങിലൂടെ ഒരുപാട് വോട്ടുകൾ ഒറ്റയടിക്ക് ഈ പറയുന്ന അനീഷിന് കയറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചൊരു കാര്യമാണ്. കാരണം ലക്ഷക്കണക്കിന് പേര് കാണുന്ന ഒരു സ്ട്രീമിംഗ് ആണ്. ആ ഒരു സ്ട്രീമിങ്ങിൽ തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്ത് അനീഷിനെ അറിയാത്ത വ്യക്തികൾ പോലും അനീഷിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അനീഷിന്റെ വോട്ടിങ്ങിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അടുത്തതായിട്ട് ഈ പറയുന്ന അനുമോളുടെ കേസിലും അഖിൽ മാരാർ നമുക്കറിയാം സീസൺ 5ന്റെ വിന്നറായിരുന്നു. സീസൺ 5ൽ ഒരുപാട് മികച്ച നിന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൽ ഒരാളാണ് അഖിൽ മാരാർ. ഒരുപാടധികം വലിയൊരു പേഴ്സൻറ്റേജിനാണ് ആ ഒരു സീസൺ 5ൽ മാരാർ വിജയിച്ചതും. അപ്പോൾ നമുക്കറിയാം അഖിൽ മാരാർ വന്നൊരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഖിൽ മാരാറിനെ സ്നേഹിക്കുന്നവരെല്ലാവരും അനുമോളെ അറിയില്ലെങ്കിൽ കൂടി, ബിഗ് ബോസ് കാണുന്നില്ലെങ്കിൽ കൂടി തീർച്ചയായിട്ടും അഖിൽ മാരാറിന് വേണ്ടി വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിനിടയിൽ പെട്ടിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസിന്റെ എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് അനീഷിനെയും അനുമോളെയും സപ്പോർട്ട് ചെയ്ത് വോട്ട് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർ മാജിക്കിലുള്ള പല വ്യക്തികളും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് വോട്ടുകൾക്ക് മാറ്റം വരാൻ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അനീഷിന്റെ വോട്ട് കൂടാൻ കാരണം ഈ പറയുന്ന തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ്ങും അതുപോലെ തന്നെ അഖിൽ മാരാറിന്റെ ഇൻസ്റ്റഗ്രാം ലൈവുമാണ് അനുമോൾക്ക് വോട്ട് കൂടാനായിട്ട് കാരണമായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. ഇവരുടെയൊക്കെ ഈ പറയുന്ന സ്ട്രീമിംഗ് ഇല്ലായിരുന്നെങ്കിലും അഖിൽ മാരാറിന്റെ ലൈവ് ഇല്ലായിരുന്നെങ്കിലും ഇവർക്ക് കിട്ടേണ്ട വോട്ട് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ കുറച്ചുകൂടി ഇതായിട്ട് എന്ന് വെച്ചാൽ ഇവരെ അറിയാത്തവർ പോലും ജിയോ ഹോട്ട്സ്റ്റാർ ഫോണിൽ ഇല്ലാത്തവർ പോലും ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ രാത്രിയിലെ വോട്ടിംഗ് നമ്മൾ കണ്ടത്. ഇന്നലെ രാത്രിയിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് നോക്കുന്ന സമയത്ത് അട്ടിമറികളുടെ ഒരു കളി തന്നെയായിരുന്നു ഇന്നലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ കണ്ടത്.
ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് തുല്യ സാധ്യതയാണ് അനുമോൾക്കും അനീഷിനും കാണുന്നത്. തീർച്ചയായിട്ടും ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ അഖിൽ മാരാറിൻ്റെയും തൊപ്പിയുടെയും കേസിൽ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കോൾ റെക്കോർഡ് ഇപ്പോൾ എല്ലാവരും കേട്ട് കാണും. ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടി. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നമ്മുടെ തൊപ്പിയാണോ അല്ലെങ്കിൽ അഖിൽ മാരാറാണോ പറഞ്ഞ കാര്യത്തിൽ സ്ഥിരതയുള്ളതും അതുപോലെ തന്നെ പറഞ്ഞ കാര്യത്തിൽ ന്യായമുള്ളത് ആരുടെ ഭാഗത്താണ്? അതുകൂടി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആരാണ് വിജയിച്ചതെന്ന് കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോസ് ആയിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്